ഹരിയുടെ മനസ്സിനെ മുറിപ്പെടുത്തിയ ആ വേദന അത് മറ്റൊന്നുമായിരുന്നില്ല. ദേവൂട്ടിയോടുള്ള ഹരിയുടെ ഇഷ്ടം അതായിരുന്നു. ജയകൃഷ്ണൻ ദേവൂട്ടിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞു കേട്ട ആ ഒരു നിമിഷം ഹരിയുടെ നെഞ്ചൊന്നു പിടഞ്ഞു. കാരണം ഓർമ്മ വച്ച നാൾ മുതൽ അവൻ മനസ്സിൽ കൊണ്ടുനടന്ന ഒരു മോഹവും സ്വപ്നവുമായിരുന്നു ദേവൂട്ടി. തനിക്കൊരു നല്ല ജോലി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം വീട്ടുകാരുമായി നേരിട്ട് ചെന്ന് പെണ്ണ് ചോദിക്കാം എന്നാണ് അവൻ കരുതിയിരുന്നത്. എന്നാൽ ഹരിയുടെ മനസ്സിൽ അങ്ങനെയൊരു ഇഷ്ടമുള്ളതായി ദേവൂട്ടിക്കോ അവിടെയുള്ള മറ്റാർക്കും തന്നെ അറിയുമായിരുന്നുമില്ല എന്നത് മറ്റൊരു സത്യവുമാണ്. അവൻ അക്കാര്യം ആരോടും പറഞ്ഞിരുന്നില്ല എന്നതാണ് കാര്യം. എന്നാൽ അല്പം മുമ്പ് ജയകൃഷ്ണൻ പറഞ്ഞതുപോലെ കോളേജ് പഠനകാലത്തെ ആരോടെങ്കിലും ഇഷ്ടമുണ്ടോയെന്ന് കൂട്ടുകാർ ചോദിക്കുമ്പോൾ താൻ പറഞ്ഞിരുന്നു തനിക്ക് നാട്ടിലൊരു പ്രണയമുണ്ടെന്ന്. അതാണ് അല്പം മുമ്പ് ഒരു സ്ഫടികക്കഷ്ണം കണക്കെ നിലത്തു വീണ് പൊട്ടിച്ചിതറിയത് എന്നോർത്തപ്പോൾ അവൻ്റെ നെഞ്ച് വല്ലാതെ വിങ്ങിപ്പൊട്ടി. ദേവൂട്ടിയെ തനിക്ക് നഷ്ടപ്പെടുമെന്ന് ചിന്തിച്ചപ്പോൾ അത് ഹൃദയം നുറങ്ങുന്ന വേദനയുമായി. എന്നാൽ തൻ്റെ കൂട്ടുകാരനു വേണ്ടിയാണെന്നോർത്തപ്പോൾ അതിലുപരി സന്തോഷവും സമാധാനവും തോന്നി. കാരണം തന്നേക്കാൾ എന്തുകൊണ്ടും യോഗ്യനാണ് ജയകൃഷ്ണൻ. ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണവൻ. സമ്പത്തിൻ്റെ കാര്യത്തിൽ ദേവൂട്ടിയെ പൊന്നുകൊണ്ട് തുലാഭാരം നടത്തും അവൻ. അങ്ങനെയുള്ളപ്പോൾ തനിക്കൊപ്പം വന്ന് ഈ ദാരിദ്ര്യത്തിൽ കഴിയുന്നതിനേക്കാൾ നല്ലതല്ലേ ജയകൃഷ്ണനൊപ്പം എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടി കഴിയണത്. അതുകൊണ്ട് അവർ തമ്മിൽ ചേരുന്നതാണ് നല്ലത്. അതിനിടയിൽ ഒരു വിലങ്ങുതടിയായി താൻ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതുമാത്രമല്ല, ദേവൂട്ടിയുടെ മനസ്സിൽ തന്നോട് അങ്ങനെയൊരു ഇഷ്ടം ഇല്ലെങ്കിലോ. അതുകൊണ്ട് തൻ്റെ മനസ്സിലെ ആ ഒരു ഇഷ്ടം അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അത് താൻ മാത്രം അറിഞ്ഞാൽ മതി എന്ന് തീരുമാനിച്ചുകൊണ്ട് സ്വയം സമാധാനപ്പെട്ടു അവൻ. ഒപ്പം മറ്റൊന്നുകൂടി തീരുമാനിക്കുന്നു. അത് ദേവൂട്ടിയെയും ജയകൃഷ്ണനെയും തമ്മിൽ ഒന്നിപ്പിക്കുക. അതിന് ആദ്യം ദേവൂട്ടിയുടെ മനസ്സറിയണം. ശേഷം അവൾക്ക് ജയകൃഷ്ണനെ ഇഷ്ടമാണോ എന്നറിയണം. അവൾക്ക് ജയകൃഷ്ണനോട് അങ്ങനെയൊരു ഇഷ്ടമില്ല എന്നാണെങ്കിൽ അവളെക്കൊണ്ട് അവനെ ഇഷ്ടപ്പെടുത്തണം. അതിന് തന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നതെല്ലാം താൻ ചെയ്യും, ഹരി ഉറപ്പിക്കുന്നു. അങ്ങനെ ആ രാത്രി പിന്നെയും പലതും ആലോചിച്ചും തീരുമാനിച്ചും ഏറെ വൈകിയാണ് ഹരി ഉറങ്ങിയത്. എന്നാൽ അപ്പോഴും ജയകൃഷ്ണൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കണ്ണുകൾ അടച്ചു കിടക്കുക മാത്രമാണ് അവൻ ചെയ്തത്. അടുത്ത ദിവസം ജയകൃഷ്ണനെയും കൂട്ടി ഹരി കടയിലെത്തി. 2 ദിവസത്തെ ലീവെടുത്ത ശേഷം രണ്ടാളും ആ ആൽമരച്ചുവട്ടിലെത്തി. ഇനി മുന്നോട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു. ഒടുവിൽ എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ഹരി ജയകൃഷ്ണനെയും കൂട്ടി ദേവൂട്ടിയുടെ വീട്ടിലെത്തി. ഈ സമയം ദേവൂട്ടിയും അശ്വതിയും കൂടി ദേവൂട്ടിയുടെ ആ മുറിവിൻ്റെ തയ്യലെടുക്കുന്നതിനായി ഹോസ്പിറ്റലിൽ പോയിരിക്കുകയായിരുന്നു. ഇക്കാര്യം അയ്യർ അവരോട് പറയുന്നു. അതറിഞ്ഞ ഹരിയും ജയകൃഷ്ണനും ആശുപത്രിയിലെത്തി. അവരവിടെ എത്തുമ്പോൾ കണ്ടത് അശ്വതിയും ദേവൂട്ടിയും ആശുപത്രിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്നതാണ്. അവർ ബൈക്ക് നിർത്തി അതിൽ നിന്നും ഇറങ്ങി അവരുടെ അരികിലേക്ക് നടന്നു. ഈ സമയം ജയകൃഷ്ണനെയും ഹരിയെയും കണ്ട അശ്വതി പുഞ്ചിരിച്ചു. എന്നാൽ ദേവൂട്ടിയുടെ മുഖത്തെ വല്ലാത്തൊരുതരം ദേഷ്യഭാവമായിരുന്നു. അവളുടെ ആ ദേഷ്യം ജയകൃഷ്ണനെ കണ്ടിട്ടാണെന്ന് ഹരിക്കും ജയകൃഷ്ണനും മനസ്സിലായി. എങ്കിലും അതൊന്നും വകവയ്ക്കാതെ ഹരിയും ജയകൃഷ്ണനും അവർക്ക് അരികിലെത്തി. യാതൊരുവിധ മുഖവുരയും കൂടാതെ ദേവൂട്ടിയോട് ഹരി പറഞ്ഞു തുടങ്ങി. എനിക്കറിയാം നിനക്ക് ജയകൃഷ്ണനോടുള്ള ദേഷ്യം അത് എന്തിനാണെന്നും. അതുകൊണ്ട് പറയേണ്ടത് പറയാണ്ടിരിക്കാൻ കഴിയില്ലല്ലോ. അന്ന് ജയകൃഷ്ണൻ ചെയ്ത തെറ്റിന് മാപ്പു ചോദിക്കാനാണ് അവൻ വന്നിരിക്കുന്നത്. അതിനാൽ അവന് പറയാനുള്ളത് നീ കേൾക്കണം, കേട്ടേ പറ്റൂ, ഹരി പറഞ്ഞു നിർത്തുന്നു. എന്നാൽ ഹരി പറഞ്ഞതെല്ലാം കേട്ട് നിശബ്ദയായി നിന്ന ദേവൂട്ടിയാകട്ടെ പെട്ടെന്ന് അശ്വതിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന ഹരിയെപ്പോലും ശ്രദ്ധിക്കാതെ നടന്ന് റോഡിലേക്ക് ഇറങ്ങി. എതിരെ വന്ന ഓട്ടോയ്ക്ക് കൈകാട്ടി നിർത്തി അതിൽ കയറി പോവുകയും ചെയ്തു. അത് കണ്ട ജയകൃഷ്ണനും ഹരിയും അങ്ങനെ നിന്നു പോകുന്നു. എന്നാൽ ദേവൂട്ടിയെ അങ്ങനെയങ്ങ് വിടാൻ അവർ പക്ഷേ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ രണ്ടാളും വീണ്ടും ദേവൂട്ടിയുടെ വീട്ടിലെത്തി. ഈ സമയം എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. വീണ്ടും ഹരിയും ജയകൃഷ്ണനെയും കണ്ട് അയ്യർ അവർ വീണ്ടും ഇവിടേക്ക് വന്നതിൻ്റെ കാരണം ചോദിക്കുന്നതിന് മുമ്പേ ഹരി അയ്യരെ വിളിച്ചു. അപ്പാ, ഞങ്ങൾ ദേവൂട്ടിക്ക് ഒരു വിവാഹാലോചനയുമായി വന്നതാണ്. അത് കേട്ട അയ്യർ പെട്ടെന്ന് വിവാഹാലോചനയോ, അതും ദേവൂട്ടിക്കോ എന്ന് ചോദിച്ചു പോകുന്നു. അത് കേട്ട ഹരി അതെ, ദേവൂട്ടിക്ക് തന്നെ, ഹരി വീണ്ടും പറഞ്ഞു. അതോടെ അയ്യർ ഹരിയുടെ മുഖത്തേക്കൊന്ന് നോക്കി. ഈ സമയം അയ്യരുടെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്ന ഹരി വീണ്ടും തുടർന്നു. പയ്യൻ മറ്റാരുമല്ല,
ജയകൃഷ്ണൻ്റെ ചേട്ടനാണ്. ദേവൂട്ടിയെ കൂടി ഇവിടേക്കൊന്ന് വിളിക്ക്, എന്നിട്ട് കാര്യം പറയാം. അതോടെ അയ്യർ ദേവൂട്ടിയെ അവിടേക്ക് വിളിച്ചു. ദേവു. ഈ സമയം അയ്യരുടെ വിളി കേട്ട് മുറിക്കകത്തുനിന്ന ദേവൂട്ടി അവിടേക്ക് വന്നു നിന്നു. അതോടെ ഹരി പറഞ്ഞു തുടങ്ങി. ഇവൻ്റെ വിവാഹം അത് നേരത്തെ പറഞ്ഞു വച്ചിട്ടുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹരി ജയകൃഷ്ണൻ്റെ നേർക്കൊന്നു നോക്കി. ഈ സമയം അത് കണ്ട ദേവൂട്ടിയടക്കം അവിടെയിരുന്ന എല്ലാവരും ജയകൃഷ്ണൻ്റെ നേർക്കു നോക്കി. ഈ സമയം ഹരി വീണ്ടും തുടർന്നു. ഞാൻ പറഞ്ഞല്ലോ ഇവൻ്റെ വിവാഹം നേരത്തെ ഉറപ്പിച്ചിരിക്കുകയാണ് എന്നുള്ളത്. പെണ്ണ് ഡോക്ടറാണ്. ഈ ആലോചന ഇവൻ്റെ ചേട്ടന് വേണ്ടിയിട്ടാണ്. ഹരി പറഞ്ഞു നിർത്തുന്നു. ഈ സമയം അയ്യർ തുടർന്നു. അതിപ്പോൾ ഞാൻ എന്തു പറയാനാണ്? ദേവൂട്ടിയല്ലേ ഇതിന് അഭിപ്രായം പറയേണ്ടത്? അയ്യർ പറയുന്നു. അയ്യരുടെ ആ മറുപടി കേട്ട ഹരി, അതുകൊണ്ടാണല്ലോ ഞാൻ ദേവൂട്ടിക്ക് കൂടി മുൻനിർത്തി കാര്യങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ദേവൂട്ടിയുടെ മുഖത്തേക്ക് നോക്കി. താൻ പറഞ്ഞ കാര്യത്തിൽ ദേവൂട്ടിയുടെ അഭിപ്രായം അതെന്താണെന്ന് അവളോട് തന്നെ ചോദിക്കുന്നു. എന്നാൽ ഹരിയുടെ ആ ചോദ്യം കേട്ട ദേവൂട്ടി ആദ്യം നോക്കിയത് ജയകൃഷ്ണൻ്റെ നേർക്കായിരുന്നു. ശേഷം മറ്റെല്ലാവരുടെയും നേർക്കൊന്നു നോക്കിക്കൊണ്ട് ഒന്നും മിണ്ടാതെ മുറിക്കകത്തേക്ക് കയറിപ്പോയി. അങ്ങനെ ഒന്നും മിണ്ടാതെ മുറിക്കകത്തേക്ക് കയറിപ്പോയ ദേവൂട്ടി അപ്പോഴും ജയകൃഷ്ണൻ്റെ നേർക്കൊന്നു നോക്കാൻ മറന്നിരുന്നില്ല. എന്നാൽ ഇവിടെ ദേവൂട്ടിയോടും വീട്ടുകാരോടും ഹരി പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അമ്പരന്നിരിക്കുകയാണ് ജയകൃഷ്ണൻ. എന്നാൽ എല്ലാം കേട്ടിട്ട് ആർക്കും മറുപടിയൊന്നും പറയാതെ മുറിയുടെ അകത്തേക്ക് കയറിപ്പോയ ദേവൂട്ടിയെ കണ്ട് അയ്യർ ഹരിയോട്, ഇത് ശരിയാകില്ല ഹരി, മോൾക്ക് ഇത് ഇഷ്ടമായിട്ടില്ല. കുട്ടിക്ക് ഇഷ്ടമല്ലാത്ത കാര്യത്തിനൊന്നും ഞങ്ങൾ നിർബന്ധിക്കാറുമില്ല. അതോടെ ഹരി, എന്നാൽ അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജയകൃഷ്ണനെയും കൂട്ടി അവിടെ നിന്നും ഇറങ്ങി. അവർ അവിടെ നിന്ന് നേരെ പോയത് ആ ആൽത്തറച്ചുവട്ടിലേക്ക് തന്നെയായിരുന്നു. അവിടെ എത്തിയതും ജയകൃഷ്ണൻ ഹരിയോട്, നീ അവിടെ ദേവൂട്ടിയോടും അവളുടെ വീട്ടുകാർക്കും മുന്നിൽ എന്തൊക്കെ വിഡ്ഢിത്തരങ്ങളാണ് പറഞ്ഞത്? എൻ്റെ ചേട്ടന് വേണ്ടി പെണ്ണു ചോദിക്കാൻ വന്നതാണെന്നോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് സത്യം പറയാമല്ലോ, അവിടെ എത്തിയപ്പോൾ നിനക്കെന്താ പറ്റിയത്? ഈ സമയം ജയകൃഷ്ണൻ പറഞ്ഞതെല്ലാം കേട്ടിരുന്ന ഹരി, അതു പിന്നെ ഞാൻ ദേവൂട്ടിക്ക് വിവാഹത്തോടുള്ള അവളുടെ ഇഷ്ടം അതെന്താണെന്നറിയാൻ വേണ്ടി വെറുതെ ഒരു നമ്പർ ഇറക്കിയതല്ലേ അത്. ഈ സമയം അത് കേട്ടുനിന്ന ജയകൃഷ്ണൻ, ഓഹോ അതു ശരി, അപ്പോൾ നിന്റെ ഒരു നമ്പരായിരുന്നു അതല്ലേ? ആട്ടെ, ആ നമ്പർ എന്നിട്ട് അവിടെ ഏറ്റു? ജയകൃഷ്ണൻ്റെ ആ ചോദ്യം കേട്ടതും ഹരി ഒരു കുറ്റവാളിയെപ്പോലെ ജയകൃഷ്ണൻ്റെ മുഖത്തേക്ക് നോക്കി നിശബ്ദനായി നിന്നു. ഈ സമയം ജയകൃഷ്ണൻ വീണ്ടും തുടർന്നു. ഓ, നിന്റെയൊരു നമ്പർ. എന്നിട്ടിപ്പോൾ എല്ലാം ചളമായി കിട്ടിയില്ലേ? എനിക്ക് മറ്റൊരു പെണ്ണുമായി വിവാഹം പറഞ്ഞുറപ്പിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവളോടുള്ള എൻ്റെ ഇഷ്ടം അതെങ്ങനെയാണിനി നമ്മൾ അവളോട് പറയുന്നത്? അഥവാ നമ്മൾ അത് പറഞ്ഞാൽ തന്നെ ദേവൂട്ടി അത് ഏതർത്ഥത്തിലായിരിക്കും എടുക്കുക? ഈശോ, എല്ലാം അവസാനിപ്പിച്ചു. ഇനി ഞാൻ ഒന്നിനുമില്ല. നാളെ തന്നെ തിരിച്ചു പോകുന്നതാണ് നല്ലത്, ജയകൃഷ്ണൻ പറയുന്നു. അത് പറയുമ്പോൾ അവൻ്റെ വാക്കുകളിൽ വല്ലാത്ത നിരാശയും സങ്കടവും ഒക്കെയുണ്ടായിരുന്നു. ഈ സമയം അതെല്ലാം കേട്ടിരുന്ന ഹരി, പിന്നെ ഞാൻ എന്താണ് പറയേണ്ടിയിരുന്നത്? നിനക്ക് വേണ്ടി പെണ്ണു ചോദിച്ചു വന്നതാണെന്നോ? എന്നാൽ കാണാമായിരുന്നു ദേവൂട്ടി ഒരു ഭദ്രകാളിയായി മാറിയേനെ. ഇതിപ്പോൾ അവളുടെ മനസ്സിൽ വിവാഹത്തെക്കുറിച്ചുള്ള അവളുടെ തീരുമാനം അതെന്താണെന്നറിയാൻ കഴിഞ്ഞില്ലേ? അത് കേട്ടുനിന്ന ജയകൃഷ്ണൻ, അതിനിപ്പോൾ അവളുടെ മനസ്സിൽ എന്താണ് ഉള്ളതെന്ന് നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? സത്യം പറയാമല്ലോ, എനിക്കൊന്നും മനസ്സിലായില്ല. ഇനി അതല്ല, നിനക്ക് വല്ലതും മനസ്സിലായി എങ്കിൽ അത് എന്നോട് എന്താണെന്നുള്ളത് നീ എനിക്ക് പറഞ്ഞു തന്നാൽ അത് ഞാൻ മനസ്സിലാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയെല്ലാം ഞാൻ ഇവിടെ ഇനി ഒന്നിനും താനില്ല എന്ന് പറഞ്ഞ് നാളെ തന്നെ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് ആ ആൽത്തറ ചുവട്ടിൽ നിന്നും അവൻ എഴുന്നേറ്റു. അതോടെ ഹരിയും. തുടർന്ന് അവർ രണ്ടാളും ഹരിയുടെ വീട്ടിലേക്ക് തിരിച്ചു. അവർ അഗ്രഹാരത്തിലേക്ക് കടന്നതും അവരുടെ ബൈക്കിന് മുന്നിലായി വഴി തടയും പോലെ അശ്വതി വന്നു നിന്നു. അവരെ വിളിച്ചു. അവളുടെ ആ വിളി കേട്ട് ബൈക്ക് നിർത്തിയ ജയകൃഷ്ണനും ഹരിയും ബൈക്കിൽ നിന്നും ഇറങ്ങി അശ്വതിയുടെ അടുത്തെത്തി. ഈ സമയം അശ്വതി അവരോട് രണ്ടാളോടുമായി, അതെ, ദേവേച്ചിക്ക് നിങ്ങൾ രണ്ടാളോടുമായി എന്തോ പറയാനുണ്ടെന്ന്. അതിനാൽ ഇന്ന് വൈകിട്ട് ക്ഷേത്രത്തിന് പടിഞ്ഞാറുള്ള ആൽത്തറച്ചുവട്ടിൽ വരണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അശ്വതി അവിടെ നിന്നും പോയി. അങ്ങനെ അന്ന് വൈകിട്ട് ദീപാരാധന തൊഴാൻ ജയകൃഷ്ണനും ഹരിയും ക്ഷേത്രത്തിലെത്തി.
ദീപാരാധന തൊഴുത ശേഷം ഇരുവരും അശ്വതി കാണണമെന്ന് പറഞ്ഞ ആ ആൽത്തറ ചുവട്ടിലെത്തി. ഈ സമയം അവർക്കു മുമ്പേ ദീപാരാധന തൊഴുത ശേഷം അശ്വതിയും ദേവൂട്ടിയും അവരെയും കാത്ത് ആ ആൽത്തറ ചുവട്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ജയകൃഷ്ണനും ഹരിയും അവർക്ക് അരികിലെത്തി. തുടർന്ന് ഹരി ദേവൂട്ടിയോട് എന്തിനാണ് തങ്ങളെ വിളിച്ചതെന്ന് അന്വേഷിക്കുന്നു. എന്നാൽ ഹരിയുടെ ആ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പായി ദേവൂട്ടി തൻ്റെ ആംഗ്യഭാഷയിൽ തെല്ല് ദേഷ്യത്തോടെ തൻ്റെ വീട്ടിൽ വന്ന് അങ്ങനെയൊരു കള്ളം പറഞ്ഞ് തൻ്റെ വീട്ടുകാരെ പറ്റിച്ചതെന്തിനാണെന്ന് ചോദിക്കുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ ദേവൂട്ടിയിൽ നിന്നും അതുകേട്ട ഹരിയും ജയകൃഷ്ണനും വല്ലാതെയൊന്ന് ചൂളിപ്പോകുന്നു. തുടർന്ന് ദേവൂട്ടി വീണ്ടും ജയകൃഷ്ണൻ്റെ നേർക്കൊന്ന് നോക്കിക്കൊണ്ട്, എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കണത് എനിക്കിഷ്ടമല്ല. എന്താണ് മനസ്സിലെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കത് ഇഷ്ടമല്ല. മാത്രമല്ല ഞങ്ങൾ പാവങ്ങളാണ്. ഞങ്ങളെ വെറുതെ വിട്ടേരെ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ അടുത്തു നിന്ന് അനുജത്തി അശ്വതിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടെ നിന്നും മുന്നോട്ടു നടന്നു. ഈ സമയം തങ്ങളെ മറികടന്നു പോകുന്ന ദേവൂട്ടിയെയും അശ്വതിയെയും നോക്കി ജയകൃഷ്ണനും ഹരിയും അങ്ങനെ നിന്നു പോകുന്നു. അങ്ങനെ അവരെ നോക്കി നിൽക്കെ ജയകൃഷ്ണൻ പെട്ടെന്ന് അവൾക്ക് പിന്നാലെ നടന്നു ചെന്നു. അവൾക്ക് മുന്നിലായി വന്ന് വഴി തടഞ്ഞു നിന്നുകൊണ്ട് ദേവൂട്ടിയുടെ മുഖത്തേക്കൊന്ന് നോക്കി. ശേഷം, നീ ആരാണെന്നാടി നിന്റെ ഭാവം? ശരിയാണ്, ഒരു നിമിഷം എൻ്റെ മനസ്സ് എൻ്റെ കൈപ്പിടിയിൽ നിന്നും ഒന്ന് വഴുതിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ നിനക്ക് പിന്നാലെ വന്നത്. അതെൻ്റെ മണ്ടത്തരം. പിന്നെ നീ എന്നെ രക്ഷപ്പെടുത്തിയതിൻ്റെ പേരിലാണ് എന്നോട് ആളാകാൻ നോക്കുന്നതെങ്കിൽ അത് എനിക്ക് മുന്നിൽ വേണ്ട. എന്നിട്ടും ദേവൂട്ടിയോടുള്ള ദേഷ്യം തീരാതിരുന്ന ജയകൃഷ്ണൻ, ഓഹോ, ഇഷ്ടപ്പെടാൻ പറ്റിയ ഒരു സാധനം. ഈ ഭൂമിയിലെങ്ങും വേറെ പെൺകുട്ടികളില്ലാത്തതുപോലെ. നീ ഒന്ന് പോടീ പുല്ലേ. ഈ സമയം അതെല്ലാം കണ്ടും കേട്ടും നിന്ന ഹരി അവനെ തടഞ്ഞു. എന്നാൽ ജയകൃഷ്ണൻ പിന്മാറാൻ തയ്യാറായില്ല. എന്ന് മാത്രമല്ല അവൻ വീണ്ടും ദേവൂട്ടിയോട്, നീ ഇവനോടൊന്ന് ചോദിച്ചു നോക്ക്. നിന്നേക്കാൾ കാണാൻ കൊള്ളാവുന്ന സുന്ദരികളായ എത്രയെത്ര പെൺകുട്ടികളാണ് ഈ ജയകൃഷ്ണൻ്റെ ഒരു നോട്ടത്തിനായി ക്യൂ നിൽക്കുന്നതെന്ന്. അതുമാത്രമാണോ? ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ അതിലെത്രയെണ്ണം എനിക്കൊപ്പം വന്നുവെന്ന് ചോദിച്ചാൽ മതി. അപ്പോഴല്ലേ നീ ഒന്ന് പോടീ പുല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ജയകൃഷ്ണൻ മുന്നോട്ടു നടന്നു. അതോടെ ഹരിയും അവനു പിന്നാലെ ചെന്നു. ഈ സമയം അശ്വതിയും ദേവൂട്ടിയും നിശബ്ദരായി അവിടെ തന്നെ നിന്നു പോകുന്നു. തുടർന്ന് അവർ അവിടെ നിന്നും നടന്നു. ഈ സമയം ജയകൃഷ്ണനും ഹരിയും ബൈക്കിൽ കയറി. ബൈക്കിൽ ജയകൃഷ്ണന് പിന്നിലിരിക്കുന്ന ഹരി, എന്നാലും ദേവൂട്ടിയോട് ഇത്രയ്ക്കൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞ് ജയകൃഷ്ണനെ ശകാരിക്കുന്നു. പക്ഷേ ജയകൃഷ്ണനാകട്ടെ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അന്നു രാത്രി ഹരിക്കൊപ്പം മുറിയിൽ ഉറങ്ങാൻ കിടന്നുവെങ്കിലും ജയകൃഷ്ണൻ്റെ മനസ്സ് അത് അപ്പോഴും വല്ലാതെ അസ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ രാത്രിയിലും അവൻ അല്പം പോലും ഉറങ്ങിയിരുന്നില്ല. ഈ സമയം മറുവശത്തെ ജയകൃഷ്ണൻ ദേവൂട്ടിയോട് പറഞ്ഞ ആ വാക്കുകൾ അത് അവളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. അതേ തുടർന്ന് ജയകൃഷ്ണനോടുള്ള അവളുടെ ദേഷ്യം അത് രണ്ടിരട്ടിയായി കൂടുകയും ചെയ്തു.